So we were looking into the position of hydrogen in the periodic table, and we have seen that it is very difficult to assign a particular position for hydrogen because of its similarities with say alkali metals, and at the same time its similarity with the halogens. നമ്മൾ എന്തൊക്കെയാണ് സിമിലാരിറ്റി എന്ന് കണ്ടു കഴിഞ്ഞു, എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് കണ്ടു കഴിഞ്ഞു, ഓർമ്മയുണ്ടോ? ആൽക്കലി മെറ്റൽസുമായിട്ടുള്ള സിമിലാരിറ്റി, അതിൻ്റെ ഹൈഡ്രജനുമായിട്ട് സിമിലാരിറ്റി ഒന്ന് ഓടിച്ചു പോയാൽ നമുക്ക് പറയാം. ഒന്ന്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. Both alkali metals and hydrogen have a single electron in the outermost shell. Second one, these have a tendency to lose that electron. That is, that single electron can be lost to form the cation H plus. And in the case of alkali, it forms Na plus, K plus, etc. That also is a similarity. Both are reducing agents. Where similarity? അല്ലേ, പഠിക്കുന്ന കുറേ സിമിലാരിറ്റി കണ്ടിട്ടുണ്ട്. അതേപോലെ എന്ത് കണ്ടിട്ടുണ്ട്? ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? ആൽക്കലി മെറ്റൽസ് പ്രധാന ഡിഫറൻസ് എന്താണ്? ആൽക്കലി മെറ്റൽ അയോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയോൺ H plus is extremely small. And the ionization energy enthalpy of hydrogen is much higher than those of the alkali metals. Similarity നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. H2 ഫോം ചെയ്യുന്ന പോലെ Na2 ഫോം ചെയ്യും, H2O2 ഫോം ചെയ്യുന്ന പോലെ Na2O2 അല്ലെങ്കിൽ K2O2 ഫോം ചെയ്യും. ഇതൊക്കെ സിമിലാരിറ്റിയിൽ പെടാം. അതേ സമയത്ത് ഈ പറഞ്ഞ ഡിഫറൻസ് ഉണ്ട്. ഇനി മറ്റേ ഭാഗത്തേക്ക് പോയി നോക്കിയാലോ? മറ്റേ ഭാഗം എന്ന് പറഞ്ഞാൽ 17th ഗ്രൂപ്പ്, അതായത് ആൽക്കലി മെറ്റൽസിന്റെ ഹാലജൻസിന്റെ ഗ്രൂപ്പിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അവിടെയും കുറെ സിമിലാരിറ്റി കാണും. എന്താ സിമിലാരിറ്റി? ഒന്ന്, both the halogens and hydrogen are one electron less than the inert gas configuration. That is, H when converted into H minus attains the helium configuration, and you can see that fluorine when attains one electron to form F minus attains the neon configuration. So we can see that both the halogens and the hydrogen are one electron less than the inert gas configuration, noble gas configuration. Inert gas എന്ന് പറയാൻ പാടില്ല, അപ്പോൾ noble gas നമ്മൾ പറയുന്നത്. Okay, and they form anions H minus, and is similar to Cl minus, F minus, etc. Hydrogen forms a H minus. Both form എന്താണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ചെയ്തൊക്കെ അല്ലേ? ആനയോൺസ് ഫോം ചെയ്യും. ബോത്ത് ഫോംസ് ആനയോൺസ്, ബോത്ത് ഫോംസ്. പിന്നെ സിമിലാരിറ്റി പറഞ്ഞോളാ. In the case of organic compounds, you can see that similar compounds are CH4 പോലെ തന്നെയാണ് CCl4, CF4, similar compounds formed. And hydrogen atoms in organic compounds can be substituted easily with halogens. Both form diatomic molecules. H2, Cl2, F2, Br2 എല്ലാം diatomic molecules ആണ്. ഇതല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ബോത്ത് ഹാവ് കമ്പയറബിൾ അയണൈസേഷൻ എൻതാൽപ്പീസ്. നമ്മൾ നേരത്തെ ആൽക്കലി മെറ്റൽസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദോസ് ഓഫ് ദി ആൽക്കലി മെറ്റൽസ്. അത് ഏകദേശം ആരുടെ റേഞ്ചിലാണ് വരുന്നത്? ഹാലജൻസിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഡിഫറെൻറ്റ്, ഈസ് സ്മോൾ ഫോർ ഹൈഡ്രജൻ കമ്പയർഡ് ടു ഹാലജൻസ്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? It is energy released when an electron is added to a neutral gaseous atom. നേരത്തെ പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോൺ അഫിനിറ്റി. അത് ഹൈഡ്രജന്റെ കേസിൽ ഹാലജൻസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. We can see that hydrogen have a less tendency to form H minus ion compared to halogens to form the halide ion. Halogens halide ion form ചെയ്യാനുള്ള അത്ര ടെൻഡൻസി ആർക്കില്ല, ഹൈഡ്രജനില്ല. അത് വ്യത്യാസമാണ്. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുമായിട്ടും കുറേ സിമിലാരിറ്റി ഉണ്ട്, കുറേ വ്യത്യാസമുണ്ട്. ആർക്ക്? ഹൈഡ്രജൻ. അതാണ് ഹൈഡ്രജന്റെ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം നമ്മൾ സിലബസിലത് അത് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് നമ്മൾ വളരെ പറഞ്ഞു ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. യു ആർ വെരി ഫെമിലിയർ. ഇതൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈഡ്രജന്റെ ഐസോടോപ്സ് എന്തൊക്കെയാണ്? H1 ഉണ്ട്, H2 ഉണ്ട്, H3 അല്ലേ? This is sometimes called a deuterium.
which is called a tritium, and this is also called a protium. ആ പേര് അത് ഉപയോഗിക്കുന്നില്ല കാര്യമായിട്ട്, ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. വാട്ടർ ഐസോട്ടോപ്സ് ഡെഫിനിഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രളയത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റു സെയിം മോളിക്കുലർ മാസ്, ഡിഫറെന്റ് അറ്റോമിക് മാസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ് വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ. ഡിഫറെന്റ് മാസ് നമ്പറുള്ള ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളാണ് എന്ന് പറയുന്നത് ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ മാസ് or mass number is actually due to the difference in the number of neutrons in the nucleus. Nucleusലെ ന്യൂട്രോൺസ് എണ്ണത്തിൽ വ്യത്യാസം. നമുക്കൊരു ഹൈഡ്രജനിലെ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും, ഒരു ഇലക്ട്രോൺ എപ്പോഴും ഒന്നും തന്നെയായിരിക്കും, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മളോ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട് ഇവിടെ ന്യൂക്ലിയസിൽ. പുറത്തെന്താണ്? ഒരു ഇലക്ട്രോൺ തന്നെയാണ്. And here come to tritium, we have one proton and two neutrons in the nucleus. And we have of course a single electron. Electron number വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണ്? The electron number corresponds number of protons. Protons electrons ആണെന്നായിരിക്കും, because the chargeless or neutral atoms will have a same number of positive charges and negative charges. അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ചാർജ് വേറെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. Naturally occurring natural isotopes ഇത്രയേ ഉള്ളൂ. And there are a lot of സിന്തറ്റിക് ഐസോട്ടോപ്സ്. അതിനെ പറ്റി പറയുക H4, H5, H6, H7 ഒക്കെ ഉണ്ട്. വളരെ എന്താണ് ലൈഫ് ടൈം കുറഞ്ഞ ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ചില ഐസോട്ടോപ്പുകളുണ്ട്. സിന്തറ്റിക് ആണ്, ഇത് നാച്ചുറൽ ആണ്. ഇതിൽ തന്നെ നമുക്കറിയാം പ്രോട്ടിയം ആൻഡ് ഡ്യൂട്ടീരിയം ആർ സ്റ്റേബിൾ ഐസോട്ടോപ്സ്, whereas tritium is a radioactive isotope with a half life of around 12.4 years. അപ്പോൾ ഇതെന്താണ്? ഇത് റേഡിയോ ആക്റ്റീവ് ആണ്. അത് 12.4 years ഹാഫ് ലൈഫ് ഉള്ള ഒരു ഐസോട്ടോപ്പാണ് ട്രീഷ്യത്തിന്റെ. ആൻഡ് ദ നേച്ചുറൽ അബണ്ടൻസ്, വാക്കറെ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്? can see that more than 99.8%. and this is less than 0.2%, and this is only trace. ഇത് ലെസ് ദാൻ ആണ്, ഇത് മോർ ദാൻ ആണ്. 99.8-നേക്കാളും കൂടുതലാണ്, ഇത് 0.2%-നേക്കാളും കുറവാണ്. 816 എന്നൊക്കെ വരും, 814 നോക്കും, ഇത് 1986 നോക്കി വരും. അത്രയും കുറവാണ്. ഏകദേശം നിങ്ങൾക്ക് ആ വാല്യൂ ഓർക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 99.8% ഓഫ് that is natural hydrogen found in say on the atmosphere level nature is about a 99.8% of protium and only 0.2% deuterium and only traces of the radioactive isotope tritium. Tritium is radioactive and it is having a half life of 12.4 years. Okay, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. സെപ്പറേഷൻ നിങ്ങൾ സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ഐസോട്ടോപ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. What are different isotopes of hydrogen? Hydrogen, protium, deuterium and tritium having a 0, 1 or 2 neutrons in the nucleus. Protons and electrons ന്റെ യാതൊരു വ്യത്യാസമില്ല. ന്യൂട്രോൺസ് ഒന്നും ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതലുള്ള പ്രോട്ടിയം. No neutron at all. And when there is one neutron, yes, it is called deuterium. The nucleus we have apart from the proton, it has a one neutron. And in the case of tritium, apart from the proton, it has a two more neutrons. That is a tritium. What's the point? അപ്പോൾ ഇത് മൂന്നാണ് ഐസോട്ടോപ്പുകൾ. അതിന്റെ എബണ്ടൻസ് ഒന്ന് മനസ്സിലാക്കുക. 99.8, 0.2 and traces very small, 10⁻⁻15% എന്നൊക്കെയാണ്. അത്ര ഏകദേശം around 10⁻⁻15%. ഇത്രയേ ഉള്ളൂ. 10⁻⁻15 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈസ് എക്സ്ട്രീംലി സ്മാൾ. കോടിക്കണക്കിന് ആറ്റങ്ങൾ എടുത്താൽ ഒരാറ്റം മാത്രമേ എന്തുണ്ടാവും? ട്രീഷ്യം ഉണ്ടാവും ഹൈഡ്രജൻ ബേസിൽ. മനസ്സിലായില്ലേ? ഇതങ്ങനെ 0.2%. 0.2% തീരെ മോശമൊന്നുമല്ല. 0.2% ഏകദേശം എത്രയാണ്? 1000-2 1000 1000-2 0.2% അല്ലേ? 100-ൽ 0.2 എന്നാൽ 1000-2 1000-2 എന്നാൽ ഏകദേശം 1000 ആറ്റങ്ങൾ നമ്മൾ ഹൈഡ്രജനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 ആറ്റങ്ങൾ ഡ്യൂട്ടീരിയം ആയിരിക്കും. മനസ്സിലായില്ലേ? ബാക്കി 9900 എത്രയാണ്? 998 എന്തായിരിക്കും? 998 എന്തായിരിക്കും? പ്രോട്ടീൻ ആയിരിക്കും. 2 എണ്ണം എന്തായിരിക്കും? ഡ്യൂട്ടീരിയം ആയിരിക്കും. മറ്റേതിനെ കാണാനേ കിട്ടില്ല. കാരണം എന്താണ്? കോടി എടുത്തൊക്കെ ചിലപ്പോൾ ഒരെണ്ണം കാണാൻ പറ്റും. ഒരു ട്രീഷ്യം ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്മാൾ, ഇറ്റ് ഈസ് റേഡിയോ ആക്റ്റീവ്
And of course it is natural isotope. Natural. ബാക്കി കാണുന്ന H4, H5 ഒക്കെ സിന്തറ്റിക് ആണ്. അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇത് മൂന്നാണ് natural isotopes of hydrogen, protium, deuterium and tritium. ഇത് സെപ്പറേറ്റ് ചെയ്യാനും നമുക്കറിയാം. This is called heavy hydrogen എന്ന് പറയും. Heavy water എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. D2O. Properties ഒക്കെ similar, chemical properties similar ആണ്. Physical isotope നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ടാവും. Physical properties are different but chemical properties are same. No difference at all. എന്നൊക്കെ പഠിച്ചു. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. എന്തൊക്കെയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പ്? അത് ഏതൊക്കെയാണ്, അത് ഏകദേശം എത്ര പെർസെന്റ് ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ വേഗം പറഞ്ഞു പോകുന്നതാണ്. ഇത്ര സമയമുള്ളൂ. പിന്നെ ഒറ്റ വാക്കും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് അഗെയിൻ ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രജൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഐസോടോപ്പുകൾ പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിച്ചാണ്. ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്ന ഹൈഡ്രജൻ മോളിക്യൂൾ ഉള്ളത്. ഇതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇതൊരു പ്രോട്ടോൺ, ഇത് വേറൊരു പ്രോട്ടോൺ. ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. ദിസ് ഈസ് ദ ഹൈഡ്രജൻ മോളിക്യൂൾ. ഇങ്ങനെ പറയില്ലേ H അല്ലെങ്കിൽ ഇതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്നത്. H2 മോളിക്യൂൾ. And we can take an H2 molecule. You can see that the nucleus has a spin. Nuclear spin നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അത്ര ഫിസിക്കലായിട്ടൊന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് ഈ സ്പിന്നിങ് ക്ലോക്ക് വൈസ് ഓർ ആന്റി. എല്ലാ ന്യൂക്ലിയസിനും എല്ലാ സബാറ്റോമിക് പാർട്ടിക്കിൾസിനും, അത് പ്രോട്ടോൺ ആയാലും ന്യൂട്രോൺ ആയാലും ഒക്കെ അതിൻ്റെതായ സ്പിൻ ഉണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ ഈ പ്രോട്ടോണും സ്പിൻ ഉണ്ട്. ഈ സ്പിന്ന് രണ്ടും ഒരേ ഡയറക്ഷനിലായാൽ is called a orthohydrogen. Isn't it? And if the two spins, sorry, is that another term? If the two spins are in opposite directions, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ താഴോട്ട് മേലോട്ട് ചിന്തിക്കരുത്. ഒന്ന് ക്ലോക്ക് വൈസ്, അതായത് ഒന്ന് ഇങ്ങനെ മറ്റേത് ഇങ്ങനെ. ഇവിടെ എങ്ങനെയോ ഒന്ന് ഇങ്ങനെ മറ്റേതും ഇങ്ങനെ. The same direction, this are in opposite directions. Can you see? So this is called a parahydrogen. Orthohydrogen means that the two spins are in same. You can say for plus of നാം ഇത് plus of ഇത് plus of ആയിരിക്കും. അങ്ങനെ എടുക്കാമാണെങ്കിൽ, അല്ലെങ്കിൽ it is clockwise, both are clockwise. Orthohydrogen. മറ്റേതാണെങ്കിലോ they are opposite to each other. The two nuclear spins in the hydrogen molecule ന്യൂക്ലിയസിന്റെ സ്പിന്നിനെ പറ്റിയാണ് പറയുന്നത്. അത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഓർത്തോഹൈഡ്രജൻ ആണ്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് പാരാഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കുക. ഓർത്തോ ആൻഡ് പാരാഹൈഡ്രജൻ. അതാണ് വ്യത്യാസം. അതും ഞാൻ നേരത്തെ ഐസോടോപ്പ് പറഞ്ഞ കെമിക്കലി യാതൊരു വ്യത്യാസമില്ല. ഫിസിക്കലിയും മിക്കവാറും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ചില അപൂർവ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രം ചെറിയ വ്യത്യാസം കാണിക്കും. ആര്? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. എന്താ പിന്നെ ഹീറ്റ് കാണുന്ന ചെറിയ കാര്യം, വളരെ അപൂർവം ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമേ വ്യത്യാസം കാണിക്കൂ. ആര്? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. ബാക്കി എല്ലാ കാര്യത്തിലും അത് സിമിലർ. യാതൊരു ബേസിക് ഡിഫറൻസ് എന്താണ്? ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്പിൻ ഓഫ് ദ ടു ന്യൂക്ലിയൈ ഓഫ് ദി ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂൾ രണ്ട് ന്യൂക്ലിയയുടെ, അല്ലെങ്കിൽ രണ്ട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അതിന്റെ സ്പിന്ന് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് ഓർത്തോ. ഒരേ ഡയറക്ഷൻ അങ്ങനെ എഴുതാൻ പാടില്ല. ഓർത്തോ ഹൈഡ്രജൻ. അതല്ല, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ പേര് പാരാഹൈഡ്രജൻ. ഇത് വന്ന് പാരാഹൈഡ്രജൻ, ഇത് ഓർത്തോഹൈഡ്രജൻ. Got the point? And normally hydrogen available is an equilibrium mixture of these two. സാധാരണ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസിലൊക്കെ എന്താണ്ടാവുക? ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവും. അതെന്താണ്? ഒരു ഇക്വിലിബ്രിയം മിക്സ്ചർ ആയിരിക്കും. And you can see that at a very low temperature, parahydrogen is in maximum proportion and this quantity of orthohydrogen is extremely small.
മനസ്സിലാണ്ട ടെമ്പറേച്ചർ വളരെ കുറഞ്ഞിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ ആയിട്ട് ഇഫ് യു ടേക്ക് ഹൈഡ്രജൻ ഗ്യാസ് there will be an equilibrium between ortho and para-hydrogen. And if the temperature is decreased, you can see that proportion of a para-hydrogen increases. That means the proportion of a ortho-hydrogen decreases. And if you plot a graph of a temperature 0 Kelvin, 10 Kelvin, 20-30 temperature, ഇവിടെ ഓർത്തോ പാര റേഷ്യോ നമുക്കറിയാം. ഓർത്തോ പാര റേഷ്യോ ഓർത്തോ 30 പാര 70, ഓർത്തോ 20 പാര 80 അല്ലേ ശതമാനം, അല്ലെങ്കിൽ ഓർത്തോ 10 പാര 90, ഓർത്തോ 50 പാര 50, അങ്ങനെയുള്ള ആ റേഷ്യോ നമ്മൾ പ്ലോട്ട് യു ക്യാൻ സീ ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് 1 2 3 4 etc. You can see that a graph goes like this actually. That is at a 0 Kelvin the quantity of ortho is almost 0. Ortho by para 0 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഓർത്തോ ഇല്ല എന്നർത്ഥം. ഓൾമോസ്റ്റ് 0. അതായത് ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞാല് അത് മിക്കവാറും പൂർണ്ണമായിട്ട് എന്തായിരിക്കും? പാരാ ഹൈഡ്രജൻ ആയിരിക്കും. And the temperature increase indicates that the quantity of ortho also increases. That is why ortho para ratio orthoന്റെ quantity പതുക്കെ കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കൂടി പോകുന്നില്ല. ഏകദേശം 3ന്റെ ലെവൽ എത്തുമ്പോഴേക്ക് അത് കോൺസ്റ്റന്റ്. പിന്നെ ടെമ്പറേച്ചർ എത്ര കൂട്ടിയാൽ കാര്യം മാറ്റമൊന്നും വരില്ല. മനസ്സിലുണ്ടോ? അപ്പോഴേ ഓർത്തോ പാര റേഷ്യോ എന്ന് പറഞ്ഞാല് ഏറ്റവും ലോ ടെമ്പറേച്ചറിൽ 0 കെൽവിനില് അത് 0 ആണ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് പ്യുവർ പാരാ ഫോം. Then when the temperature slowly increases, the quantity of ortho hydrogen slowly increases. That's why the ratio increases, and it at a considerable temperature that becomes 3, and it does not rise further. 3 ൽ അങ്ങോട്ട് കൂടുന്നത് വളരെ ഏകദേശം 3ന്റെ റേഞ്ചിൽ. എന്താ പറഞ്ഞാൽ എന്താർത്ഥം? ഓർത്തോ 3 ഓർത്തോനെ ഒരു പാരെങ്കിലും ഉണ്ടായിരിക്കും. ആദ്യം ഓർത്തോയേ ഇല്ല. മനസ്സിലായില്ലേ? കൂടി വന്നിട്ട് മാക്സിമം എത്രയാവാം? 3:1 വരെ ആവാം. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? So we can see that we can get a pure para-hydrogen. How? By cooling. കൂളി ചെയ്യുന്നതിനനുസരിച്ച് ഓർത്തോന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അവസാനം ഏകദേശം -273 അടുത്ത് -250 260 ഒക്കെ ആവുമ്പോഴേക്ക് ഓൾമോസ്റ്റ് പ്യുവർ പാരാഹൈഡ്രജൻ ആയിരിക്കും. But when the temperature increases, again it changes into the equilibrium mixture of a ortho and para. That's why we can see that it is difficult to prepare pure ortho para-hydrogen. Ortho hydrogen, pure para-hydrogen, pure ortho hydrogen ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ടെമ്പറേച്ചർ കുറച്ചാൽ എന്താവും? അത് പാര ആവും. ടെമ്പറേച്ചർ കൂട്ടിയാലോ ഫുൾ ഓർത്തോ ആവില്ല. കുറെ കഴിയുമ്പോഴേക്ക് അതിന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആയി ഏകദേശം 1:3 റേഷ്യോയില് അതിന്റെ ഓർത്തോ പാര റേഷ്യോ 3:1 3 ഏകദേശം 3ന്റെ അടുത്ത് വന്നാണ്. അതിലപ്പുറത്തേക്ക് മാറില്ല എന്ന് പറഞ്ഞാൽ എത്ര ടെമ്പറേച്ചർ കൂട്ടിയാലും അതിൽ ഒരു എന്താണ് 75% എന്തുണ്ടാവും? ഓർത്തോ ഉണ്ടാവും. ടെമ്പറേച്ചർ കുറച്ചാൽ അത് 0% ഓർത്തോ വരെ ആക്കാൻ പറ്റും. What's the point? So we can prepare pure para-hydrogen by cooling, but we cannot prepare pure ortho hydrogen by heating. Okay. അപ്പോൾ മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കൂ. എന്താണ് ഓർത്തോ പാരാഹൈഡ്രജൻ? മനസ്സിലായില്ലേ? അത് ഹൈഡ്രജൻ മോളിക്യൂളിലെ ന്യൂക്ലിയസിന്റെ സ്പിൻ അനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. If the nuclear spin are the same, we can say it is ortho hydrogen. If they are opposite, രണ്ടെണ്ണ സാധ്യത same and opposite, it is called a para-hydrogen. Okay, and they have same chemical properties. Almost all physical properties are also same. Only in certain physical properties also there is no slight difference. Okay. അപ്പോൾ ഹൈഡ്രജന്റെ കഥ അവിടെ അവസാനിച്ചു. എത്രമാത്രം ഹൈഡ്രജനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ സിലബസ് അനുസരിച്ച് 3 പോയിന്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? ദ പൊസിഷൻ ഓഫ് എ ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. രണ്ടാമത്തത് ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. മൂന്നാമത്തത് ഓർത്തോ ആൻഡ് പാരാഹൈഡ്രജൻ. ഇത്രയും കാര്യങ്ങളായാലും അതിന്റെ കഥ അവസാനിച്ചു. ഇനി അടുത്ത് ആ ചാപ്റ്ററിൽ കുറേ ഉണ്ട്. അടുത്തത് ഗ്രൂപ്പ് 1നെ പറ്റിയാണ്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് എ ഗ്രൂപ്പ് 1 എലമെന്റ്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഓർമ്മിക്കുക. We have the first group consisting of the alkali metals and second group consisting of the alkaline earth metals. Both collectively are called the S block elements. അല്ലേ? അതിൽ ആദ്യത്തെ ബ്ലോക്കിനെ പറ്റി എസ് ബ്ലോക്ക് തന്നെയുള്ള ആദ്യത്തെ ഗ്രൂപ്പിനെ പറ്റി നമുക്ക് പഠിക്കാൻ വന്നത് ദാറ്റ് ഈസ് ദ ആൽക്കലി മെറ്റൽസ്. ജനറൽ ആയിട്ടുള്ള സ്റ്റഡി മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ സ്റ്റഡി ഒന്നുമില്ല. ഇൻഡിവിജ്വൽ സ്റ്റഡി അപൂർവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൽക്കലി മെറ്റൽസ്. Why they are called alkali metals?
because they form, yes, they easily combine with oxygen forming the corresponding oxide which dissolves in water to form strong alkalis. Or generally we can say that the Na will combine with oxygen forming Na2O, and Na2O will dissolve in water forming NaOH. Or we can say very simple, metal itself will react with water forming NaOH. ഇത് 4Na plus O2 giving 2Na2O എന്ന് എഴുതാം. Na2O plus H2O 2NaOH എന്ന് എഴുതാം. Na plus H2 giving NaOH plus 2Na plus 2H2 giving 2NaOH plus H2 എന്ന് എഴുതാം. എന്തായാലും you can see that either by combining with oxygen and further dissolving in water or by directly reacting with water they form very strong alkalis, and hence they were called പേര് കണ്ടാവുന്നത് they were called alkali metals. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൽക്കലി ഫോം ചെയ്യുന്ന മെറ്റൽസ് ആണ് ഇത്. ബാക്കി ഏത് മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൽക്കലി, ഇപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആൽക്കലിയാണ്, പക്ഷെ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെ സ്ട്രോങ് അല്ല. സ്ട്രോങ്ങസ്റ്റ് ആൽക്കലി ഫോം ചെയ്യുന്ന മെറ്റൽസ് ആണ്. ദാറ്റ് വാസ് വൈ they were originally called alkali metals. And you know what are the alkali metals? Starting from lithium of the second period. First period hydrogen helium മാത്രമേ period. Then comes sodium in the third period, potassium in the fourth period, rubidium in the fifth period, cesium in the sixth period, and francium in the last period. It's lithium, sodium, potassium, rubidium, cesium and francium. Okay, നമുക്കറിയാം ഇത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിൽ വരുന്ന ഗ്രൂപ്പിൽ കാണുന്ന മെറ്റൽസ് ആണ്. They are all metals first of all. ഇതൊക്കെ ഒന്നാമത്തെ കാര്യം മെറ്റൽസ് ആണ്. നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ്, ഈ രണ്ടില് നമ്മൾ കാണുന്ന എല്ലാ എലമെന്റ്സും മെറ്റൽസ് ആണ്. ഡി ബ്ലോക്കിൽ കാണുന്ന എല്ലാ എലമെന്റ്സും മെറ്റൽസ് ആണ്. പി ബ്ലോക്കിൽ മാത്രമേ നമ്മൾ എന്ത് കാണുന്നുള്ളൂ? നോൺ മെറ്റൽസിനെ കാണാൻ പറ്റുകയുള്ളൂ. പറയുന്നത് ക്ലിയർ അല്ലേ? എസ് ബ്ലോക്കിൽ കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. ഹൈഡ്രജനാണ് മേലുണ്ട്, എസ് ബ്ലോക്ക് കൂട്ടുണ്ടാകും. ഹൈഡ്രജന്റെ സ്ഥാനത്തെ പറ്റി ഒരുപാട് തർക്കങ്ങളൊക്കെ എന്നോട് ബാക്കി എല്ലാം മെറ്റൽസ് ആണ്. ലിഥിയം മുതൽ ഫ്രാൻസിയം വരെയോ അല്ലെങ്കിൽ ബെറിലിയം മുതൽ റേഡിയം വരെയുള്ള എല്ലാ എലമെന്റ്സും മെറ്റൽസ് ആണ്. പിന്നെ നമ്മളെ ട്രാൻസിഷൻ മെറ്റൽസ്, അതിന്റെ പേര് ട്രാൻസിഷൻ മെറ്റൽസ് എല്ലാം, അതായത് ഡി ബ്ലോക്ക് കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. പി ബ്ലോക്ക് അങ്ങേയറ്റത്ത് ഇവിടെ വരുന്ന വലത്തുഭാഗത്ത് വരുന്ന പി ബ്ലോക്ക്, അതായത് ഗ്രൂപ്പ് എന്നാൽ പറഞ്ഞു ഗ്രൂപ്പ് 2 മുതൽ 12 11 വരെ എന്താണ്, 3 മുതൽ 11 വരെ നമ്മളെ എന്താണ് ഡി ബ്ലോക്കാണ്. പിന്നെ 13 മുതൽ മേലോട്ടുള്ള ബോറോൺ ഫാമിലി ഒക്കെ എന്താണ്, അതാണ് പി ബ്ലോക്ക്. ആ പി ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സിൽ ഒരു പകുതിയിൽ താഴെ മാത്രമേ നോൺ മെറ്റൽസ് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ കാണുന്ന എലമെന്റ്സിൽ ബഹുഭൂരിപക്ഷം ആരാണ്? മെറ്റൽസ് ആണ്. വളരെ കുറച്ച് നോൺ മെറ്റൽസും അതിനേക്കാൾ വളരെ കുറച്ച് മെറ്റൽ ഓയിൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ആൽക്കലി മെറ്റൽസിനെ പറ്റിയാണ്. ഇതിന്റെ അറ്റോമിക് നമ്പേഴ്സ് എന്നൊക്കെ നമുക്കറിയാം, വളരെ എളുപ്പമാണ് ഓർത്ത് വെക്കാൻ. ഇത് മൂന്നാമത്തെ അറിയാം, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം മൂന്നാമത്തെ. അതിൻ്റെ ഒരു 8 കൂട്ടുക, പിന്നെ ഒരു 8 കൂട്ടുക, പിന്നെ ഒരു 18 കൂട്ടുക, പിന്നെ ഒരു 18 കൂട്ടുക, പിന്നെ ഒരു 32 കൂട്ടുക. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആറ്റോമിക് നമ്പേഴ്സ് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. 8ന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? S2P6. 18 സിഗ്നിഫിക്കൻസ് എന്താണ്? S2P6D10. 2 8 18. 32 സിഗ്നിഫിക്കൻസ് ഈ വ്യത്യാസത്തിലാണ് 8 ആണ്, ഈ വ്യത്യാസത്തിലാണ് 8 ആണ്, ഈ വ്യത്യാസത്തിലാണ് 18 ആണ്, ഈ വ്യത്യാസത്തിലാണ് 18 ആണ്, ഈ വ്യത്യാസത്തിലാണ് അത് 32 ആണ്. മനസ്സിലാകുന്നുണ്ടോ? 8 എന്ന് പറഞ്ഞാൽ എന്താണ്? S2P6 ആണ്. 18 എന്ന് പറഞ്ഞാൽ S2P6D10 ആണ്. 32 എന്ന് പറഞ്ഞാൽ S2P6D10F14 ആണ്. എല്ലാം കൂട്ടി അങ്ങ് കിട്ടുക. 8 8 18 18 18 14 32. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലേ? 8 കൂട്ടുക, പിന്നെ 8 കൂട്ടുക, 18 കൂട്ടുക, പിന്നെ 18 കൂട്ടുക, അവസാനം 32 കൂട്ടുക. That is the atomic number of the alkali metals. Lithium to francium. Francium is radioactive. നമ്മൾ ഇതിനെ പറ്റി കാര്യമായിട്ട് പറയും, ഇവിടെ വരെ മാത്രമേ പറയും. മനസ്സിലായില്ലേ? ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. സീഷ്യം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.
This